ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്നൊരു വീഡിയോ എടുക്കുകയാണ്. അറൗണ്ട് 7 to 8 months കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പം വലിയൊരു ബ്രേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്തായാലും ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മളിപ്പോൾ 4 പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ ചുമ്മാ ഒരു പാർക്കിൽ നടക്കാൻ ഇറങ്ങിയതാണ്. സോ നമ്മൾ ഓർത്തും എന്തേലുമൊക്കെ ജർമ്മനിയിൽ ഇപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് ഏകദേശം 1 year കഴിഞ്ഞു. അപ്പം നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്ക് എന്താ ഇവിടെ എന്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കാൻ നോർത്തു. ആക്ച്വലി ഇവിടെ ഇപ്പോൾ സമ്മറായിരുന്നു, പക്ഷേ ഇവിടെ ഒരു മഴ പെയ്തത് കൊണ്ട് പെട്ടെന്ന് വിൻ്ററായി എന്ന് വേണേ പറയാൻ. ഭയങ്കര കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണോ. സോ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. നമുക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും ഇഷ്ടമല്ലാത്ത കാര്യമൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. നാട്ടിൽ നമ്മളെല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് വരും, എവറിത്തിങ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PDF നോട്ട്സൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം തരും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ പഠിക്കണം. എല്ലാം യൂട്യൂബിൽ നോക്കിയിട്ടാണേലും ഗൂഗിളിൽ നോക്കിയിട്ടൊക്കെ ആണേലും കുറേ വായിച്ച് അങ്ങനെ വേണം പഠിച്ചു വന്ന് എഴുതാൻ. ആക്ച്വലി ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രം. വേറെ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ബട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. കുറേ പേര് ഇവിടെ ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ ജോബ് കിട്ടാൻ എളുപ്പമാണോ, എങ്ങനെയാണ് ഇവിടെ ജോബ് കിട്ടുന്നതെന്നൊക്കെ. പക്ഷെ ഞങ്ങളിവിടെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് നമുക്കും അങ്ങനെ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന സമയത്ത്. പക്ഷെ നമുക്കിവിടെ പറഞ്ഞൊരു അറിവേ ഉള്ളൂ. 2nd, 3rd സെമിസ്റ്ററിൽ പഠിക്കുന്ന പിള്ളേരാണ് നമ്മളെല്ലാവരും. അപ്പം ഇവിടെ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ലാംഗ്വേജും ആ ഒരു സ്കില്ലും, നമ്മൾ കുറേ സ്കിൽസ് എടുക്കുക, സോഫ്റ്റ്വെയർസൊക്കെ പഠിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ലക്കും ഉണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. നമ്മൾ കംപ്ലീറ്റ്ലി കഴിയാണ്ട് നമുക്കറിയത്തില്ല ഇവിടെ ജോബ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. കുറേ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ ഏതോ വീഡിയോൻ്റെ അടിയിലൊക്കെ വന്ന കമൻറ്റ്, അത് എങ്ങനെയാ ജോബ് കിട്ടുമോ, എങ്ങനെയാ സ്കോപ്പ് ഉണ്ടോ എന്നൊക്കെ. സോ അതൊരു മെയിൻ കാര്യം. സ്കില്ലും ജർമ്മൻ ലാംഗ്വേജും ഉണ്ടെങ്കിൽ കിട്ടും. ആക്ച്വലി ഇവരോട് ചോദിക്കുക ഇവർക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന്. നിങ്ങൾക്ക് ആക്ച്വലി എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ജർമ്മനിയിൽ? എന്തെങ്കിലും പറയും. 1 minute silent prayer എന്നൊക്കെ പറയുന്ന പോലെ എല്ലാവർക്കും ജർമ്മനിയിൽ തന്നെ സ്റ്റേ ചെയ്യാനാണോ ഇഷ്ടം? അല്ല, why? So depressive to live here. പറ, ഇത്തിരി വെച്ചേ പറ. ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ സൈലന്റ് ആയിപ്പോ. പക്ഷെ ഇങ്ങനെയല്ല ഗൈസ് ഇവരാരും. പറയ്. എനിക്കിഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഡിപ്രഷൻ. ബിക്കോസ് ഈസ് അവൾക്ക് നാട്ടിൽ പോകണം എന്നുള്ള തിരിച്ച മൈൻഡ്, അങ്ങനത്തെ ഒരു മൈൻഡുമായിട്ട് ഉള്ളത് കൊണ്ട് അവൾ അങ്ങനെ പറയുന്നു. സ്റ്റിൽ അവൾ അങ്ങനെ പോകുന്നു. നമ്മുടെ ഫസ്റ്റിനോട് നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് എന്താ അഭിപ്രായം പറയും? നിങ്ങൾക്ക് നാട്ടിൽ പോകണം? വേണ്ട, ഞാൻ ഇവിടെ നിന്നോളൂ. ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നിൽക്കും? എങ്ങനെയെങ്കിലും. എല്ലാവർക്കും ഡിഫറെന്റ് കാര്യം പറയാനുള്ള. നമ്മളിവിടെ പാർക്കിൽ വന്നിക്കോ, പട്ടി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറയ്ക്കുന്നുണ്ട്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് അത് കാണാം, പക്ഷെ കുഴപ്പമില്ല. അപ്പം എല്ലാവർക്കും പല മൂഡാണ്. ചിലവർ പറയാറുണ്ട് ഇവിടെ വിന്ററും സമ്മറും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ചിലർ ഭയങ്കര ഡിപ്രഷനിലോട്ട് പോകാറുണ്ട്. ഐ നോ ഫ്യൂ പീപ്പിൾ കംപ്ലീറ്റ്ലി ഡിപ്രഷനിലോട്ട് പോയിട്ടുള്ള ആൾക്കാരെ അറിയാം. പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറച്ചുകൊണ്ടിരിക്കുക ഗൈസ്. സോ പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം, നമ്മൾ കുറേ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം ഉള്ളത് കൊണ്ട് ടൈം മാനേജ്മെൻ്റ് ആയാലും കുക്കിംഗ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ജോലിക്ക് പോകുന്നതായാലും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണം. സോ അതിൽ നമ്മൾ ആക്ച്വലി നല്ലോണം ഒരു ഇൻഡിപെൻഡൻ്റ് ആവും. പിന്നെ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യാനൊക്കെ നമ്മൾ നല്ലോണം പഠിക്കും. പൈസ ഹാൻഡിൽ ചെയ്യാനും അത് എങ്ങനെ എവിടെയൊക്കെ ഉപയോഗിക്കാം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പഠിക്കും. അത് ഇൻ്റർനാഷണൽ എക്സ്പോഷർ അതിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട് പുറത്ത് വന്ന് പഠിക്കുന്നതിൽ. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി. ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട് വേറെ കോളേജസിലൊക്കെ, ഞാൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ മാത്രമാട്ടോ പറയണേ, എനിക്ക് വേറെ യൂണിവേഴ്സിറ്റിയുടെ അങ്ങനെ അറിയത്തില്ല. ഇവിടെ ജർമ്മനിയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പറയുമ്പോഴേക്കും ഇവിടെ എക്സാംസ് കൂടുതലുണ്ട്. അസൈൻമെൻറ്റ്സ് വെച്ച് പാസ്സാവാം അങ്ങനെയില്ല. ചിലത് അസൈൻമെൻറ്റ്സ് വെക്കണം. എന്നാലും എല്ലാത്തിനും അതിൻ്റേതായ ഒരു വേറൊരു സൈഡും ഉണ്ട്. എക്സാംസ് നല്ല ടഫാണ്. നമ്മുടെ നാട്ടിൽ പോലെ നമ്മളിങ്ങനെ കുറേ പാരഗ്രാഫൊക്കെ എഴുതി വെക്കാമല്ലോ, അതിവിടെ നടക്കത്തില്ല. ഇപ്പോൾ എൻ്റെ എക്സാംസ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ
അതിന് എഴുതാനുള്ളൊരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസിലായിരിക്കും നമ്മൾ എക്സാംസ് അതിൻ്റെ ആൻസർ എഴുതണ്ടേ. സോ വലിച്ചു വാരി എഴുതാനൊന്നും പറ്റത്തില്ല. കറക്റ്റ് പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ മാർക്ക് തരത്തുള്ളൂ, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫെയിൽ ആവും. അപ്പം പഠിക്കാൻ അത്യാവശ്യം നല്ലോണം ഉണ്ട്. അപ്പം നമ്മൾ വർക്കിനും പോയി, പിന്നെ ലൈക്ക് കുക്കും ചെയ്ത് കൂടെ പഠിത്തം എല്ലാം കൂടെ അത്യാവശ്യം നല്ല പാടാണ്. എല്ലാം എളുപ്പം ഭയങ്കര ഈസി ആണെന്ന് ഓർത്ത് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. സോ അതൊരു വേറൊരു കാര്യമാണ്. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ എപ്പോഴും ഒറ്റയ്ക്കാണ് വരുന്നത്. സോ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവണം. ലൈക്ക് വി കനോട്ട് ട്രസ്റ്റ് എവരി വൺ ഓവർ ഹിയർ. എല്ലാവരും എങ്ങനത്തെ ഉള്ള ആളുകളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ലൈക്ക് എല്ലാവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. സോ അതെപ്പോഴും നമ്മുടെ മൈൻഡിലുണ്ടാവണം. നമ്മളത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മൾ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യും. പക്ഷേ അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഒരിക്കലും ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ ഇത്ര നാളും നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, നമുക്കറിയാം ഫ്രണ്ട്സ് എങ്ങനെയാണ്, അവരുടെ ആ ഒരു നമുക്ക് ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കും ആ ഒരു വ്യക്തി എങ്ങനെയാണെന്നോ ഉള്ളത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫിക്കൾട്ട്. എങ്ങനെയോ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡിൽ വെച്ചിട്ട് വേണം, നമ്മളിവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ബോധം വെച്ചിട്ട് വേണം നമ്മളിവിടെ ജീവിക്കാനായിട്ട്. സോ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ 1 year എക്സ്പീരിയൻസിൽ. പിന്നെ വേറെ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് കുറേ സ്ഥലങ്ങൾ പോവാം. ഇവിടെ ഇപ്പോൾ ജർമ്മനിയിൽ നമ്മൾ ഷെങ്കൻ വിസ ആയതുകൊണ്ട് തന്നെ നമുക്ക് അറൗണ്ട് എത്രയോ കൺട്രീസ് നമുക്ക് കറക്റ്റ് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ആ നമ്പർ ഓഫ് കൺട്രീസ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നമുക്ക് കുറേ കൺട്രീസ് വിസിറ്റ് ചെയ്യാൻ പറ്റും. സോ അത് നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് വിൻ്ററിൽ ഡിപ്രഷൻ വരാറുണ്ട്. ഇറ്റ്സ് ലൈക്ക്, പക്ഷേ അത് അങ്ങനെയല്ല. വിൻ്ററിൽ അത് നമ്മളെ ലൈക്ക് ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമുക്കേ നമ്മളെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ലൈറ്റൊക്കെ കുറവായിരിക്കും വിൻ്ററിൽ. സോ നമ്മൾ അതിൻ്റേതായ ഒരു പ്രിക്കോഷൻസ് ഒക്കെ നേരത്തെ എടുക്കണം. പിന്നെ ഇവിടെ വരുന്നവർക്ക് വൈറ്റമിൻ ഡി, സൺലൈറ്റ് കുറവായതുകൊണ്ട് വൈറ്റമിൻ ഡി ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കണം. അത് കാരണം കുറേ പ്രശ്നങ്ങളുണ്ടാവും, മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം ഭയങ്കര മോശമാണെന്നല്ല, നല്ലതാണ്. പക്ഷെ നമുക്ക് പറ്റത്തില്ല. കാരണം പെട്ടെന്നൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടാറില്ല. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം അവളാണെങ്കിൽ അടുത്ത മാസം നാട്ടിൽ പോവുക. ബിക്കോസ് അവൾക്ക് ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അവൾക്ക് നല്ലൊരു ലൈക്ക് മെഡിക്കൽ കണ്ടീഷൻ അവളുടെ കുറച്ച് ഇതായതുകൊണ്ട് തന്നെ അവൾക്ക് നാട്ടിൽ പോകണം എത്രയും പെട്ടെന്ന്. അപ്പം ഇവിടെ അങ്ങനെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടി ഡോക്ടറിനെ കാണാൻ, അത് നമ്മുടെ നാടാട്ടോ അടിപൊളി. നാട്ടിലാകുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ തന്നെ നാട്ടിലെ ഡോക്ടേഴ്സും ഹോസ്പിറ്റൽസും ഒക്കെ ആ കാര്യത്തിൽ അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ കുറേ സ്പേസസ് ഉണ്ട്. അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ വന്നിരിക്കാനും നടക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഈവനിങ് ഒക്കെ. പക്ഷെ വിൻ്റർ ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ പുറത്ത് വരുന്നത് കുറയും. സമ്മറിലാണ് ആക്ച്വലി ഇവരിവിടെ കൂടുതലും എൻജോയ് ചെയ്യണം. കണ്ടോ നല്ല. ശ്രീലക്ഷ്മിനോട് ചോദിക്കാം അവളുടെ 1 year എക്സ്പീരിയൻസിൽ അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തൊക്കെ തോന്നി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ചേഞ്ചസ്? നമുക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ക്ഷമ വന്നു. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ക്ഷമ വന്നു. പിന്നെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ നാട്ടിലെ പോലെ പഠിക്കാൻ പറ്റില്ല. അതിന് കുറച്ചുകൂടി ഹാർഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നല്ലോണം എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പിന്നെ കുക്കാവും നമ്മൾ. അതാണ് അത് ശരിയാ. നമ്മൾ കുറെ ഫുഡൊക്കെ തന്നെ ഉണ്ടാക്കി പഠിക്കാനൊക്കെ നോക്കും. പിന്നെന്താ ഹൗ ഇസ് ലൈഫ്? ലൈഫ് ഇസ് ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ വേറെ പിന്നെ പറയാണെന്നുണ്ടെങ്കിൽ എന്താ, നമുക്കിവിടെ ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നല്ലതാണ് അല്ലേ? കുറച്ചുകൂടി എനിക്ക് ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് ആരോ വന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു അല്ല. ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അല്ല, ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ നല്ലതാ എനിക്ക്. കാരണം എനിക്ക് ജർമ്മനി തോന്നിയത് ഭയങ്കര ഡിപ്രസീവായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഡിപ്രഷനാണ് ഇവിടുത്തെ. പേഴ്സണലി ഡിഫറെന്റ് ഒപ്പീനിയൻ്റെ ആൾക്കാർക്ക്. എൻ്റെ ഒപ്പീനിയനിൽ എനിക്ക് ഭയങ്കര, ഞാൻ നിന്ന് ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനാണ് ഫീൽ ചെയ്തത്. ബിക്കോസ് ഇവിടെ നാട്ടിലെ പോലെ അല്ല. ഇവിടെ 8 മണിക്കൊക്കെ കടകൾ അടയ്ക്കും. ബിക്കോസ് നീ കൊച്ചി ആയിരുന്നു. അപ്പൊ അവളിങ്ങനെ വൈകിട്ടൊക്കെ ചായയൊക്കെ കുടിക്കാൻ അങ്ങനത്തെ സ്ഥലമൊന്നും ഇവിടെ ഇല്ല. ലൈഫ് ഞാൻ ഇവിടെ മിസ് ചെയ്യുന്നു. അങ്ങനെ അത് നമ്മളെല്ലാവരും കുറെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്യും നാട്ടിലെ.
പിന്നെ നീ എന്തെങ്കിലും ആര് ട്രോൾ എടുത്ത് കേട്ടോ, ഇവളുടെ ഫ്രണ്ട്സ് ഇത് കാണുവാണെങ്കിൽ ട്രോൾ എടുത്ത് നമുക്കിന്റെ ഫസ്റ്റിനോട് ചോദിക്കാം. അവൾക്ക് 1 year എക്സ്പീരിയൻസിൽ ഇപ്പൊ വന്നിട്ട് ഏകദേശം ഇവിടെ ആദ്യം വന്നത് ഫസ്റ്റിനാന്ന് തോന്നുന്നു അല്ലേ നമ്മുടെ ബാച്ചില്. അവള് വന്നിട്ട് അവൾക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ലൈക്ക് അവള് ഏപ്രിൽ എങ്ങാണ്ടായപ്പോഴേക്ക് വന്നു. വിന്റർ കഴിഞ്ഞ സമ്മർ ആ സമയത്ത് സ്പ്രിംഗ് ഒക്കെ ആയപ്പോഴാണ് ഏപ്രിൽ ലാസ്റ്റില് ഫസ്റ്റിന് വന്നേ. അപ്പൊ ഫസ്റ്റിനൊക്കെ എന്താ തോന്നുന്നത്? എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അതെന്താ ഫസ്റ്റ് ക്യൂട്ടാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. സോ ഇവള് പറയത്തില്ല എന്നാണ്. അപ്പൊ ഞാനായിട്ട് വല്ലതൊക്കെ ചോദിക്കാന്ന് ഓർത്തു. സോ സ്റ്റഡീസിനെ പറ്റി ഇപ്പൊ നമ്മള് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണേ. അപ്പൊ സ്റ്റഡീസിനെ പറ്റി നിനക്ക് എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ പോകുന്നു. നാട്ടില് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടും ലൈക്ക് ടൈം വളരെ കുറവാണ് എക്സാമിന്. കാരണം നമ്മൾ നേരത്തെ പഠിക്കാത്തതുകൊണ്ട്. അതല്ല, എക്സാമിന് പഠിക്കും. എക്സാം എഴുതുമ്പോൾ ഉള്ള ടൈം കണ്ട പോയില്ല. ഇല്ല എക്സാം എഴുതുമ്പോൾ എക്സാം ടൈം ലൈക്ക് 1 hour ആണ്. അതിപ്പോ നാട്ടില് നമുക്ക് 3 hours ഒക്കെ ആയിരുന്നു. എനിക്കൊന്നും ഡിഗ്രി എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ കാരണം ആൻസർ ഒക്കെ ഒരു ആൻസർ 1 minute ചെയ്യണം. അങ്ങനത്തെ ഒരു കുറെ എക്സാംസ് ആയിരുന്നു ഞങ്ങക്ക് ഉണ്ടായിരുന്നെ. പ്രോബ്ലംസ് ആണെങ്കിലും വഴിക്കൊന്നും മാർക്കില്ല. ലാസ്റ്റ് എഴുതാൻ അത് നമ്മുടെ പോയിന്റ് ഡെസിമൽ മാറിപ്പോയാൽ തന്നെ മാർക്കില്ല അവിടെ. അതെ, അങ്ങനത്തെ കുറെ അങ്ങനെ നാട്ടിലെ പോലെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല. പിന്നെ എന്താ പറയാനുള്ള? വേറെ സ്കോർ ചെയ്യാൻ പറ്റില്ല, പാസ്സാവില്ല. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ വരാനുള്ള കുട്ടികളോട് നിനക്ക് പേഴ്സണലി ഇപ്പൊ കുറെ കുട്ടികൾ ഇങ്ങനെ വരാനായിട്ട് നോക്കുന്നുണ്ട്. ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് കുറെ ആൾക്കാർ വരാൻ നോക്കുന്നുണ്ട്. സോ അവരോട് നിനക്ക് എന്താ പറയാനുള്ളത്? സ്വന്തമായിട്ട് അപ്ലിക്കേഷൻ ചെയ്യാം. ഏജൻസിക്കൊന്നും കാശ് കൊടുക്കാതെ സ്വന്തമായിട്ട് ചെയ്യാം. കുറച്ച് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് 1.5 ലക്ഷം രൂപ അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അത് നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് ഇവിടേക്ക് കൊണ്ടുവരും. അതെ, അത് ശരിയാണ്. നമ്മളിവിടെ വരുമ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഏജൻസിക്ക് കൊടുക്കുന്ന പൈസ. ബിക്കോസ് നമ്മളിപ്പം ഒരു കോളേജ് കഴിഞ്ഞ ഒരു സ്റ്റേജിൽ നമ്മൾ ഭയങ്കര ടെൻഷൻ ആയിരിക്കും, അടുത്ത എന്തിനു പോകണമെന്ന്. പക്ഷേ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സമയം എടുത്ത് നമ്മൾ ഡിസിഷൻ എടുത്താൽ മതി. നമ്മൾ എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കേണ്ട ഏത് കോഴ്സിന് പോകണമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രമേ എടുത്ത് പഠിക്കാവുള്ളൂ. എനിക്ക് ആ കോഴ്സ് കിട്ടിയില്ല, ഈ കോഴ്സ് കിട്ടില്ല, ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രം ഏതെങ്കിലും കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കരുത്. ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇതിലായിരിക്കും നിങ്ങളുടെ കരിയർ ഇരിക്കുന്നത്. സോ ഇഷ്ടമാണെങ്കിൽ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം. അതെ. സോ ശ്രീലക്ഷ്മിക്ക് എന്താ പറയാനും കൂടെ ഉണ്ട്. ഒന്നുകൂടെ അവൾ പ്രത്യേകം പറയാൻ വേണ്ടിട്ട് വന്നതാ. എന്താ പറയാ? ഞാൻ ഇപ്പോഴും ഓർത്തേ, നമ്മൾ ഇവിടെ ബുക്കിലുള്ള സാധനം പഠിച്ചാൽ മാത്രം നമുക്ക് ഇവിടെ ജോലി കിട്ടണം. ഇത് നമ്മൾ പറഞ്ഞു എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സിവിലാണെന്നുണ്ടെങ്കിൽ സിവിലിൽ മാക്സിമം എന്താ ഇങ്ങനെ സർട്ടിഫിക്കേഷൻ. ബിക്കോസ് ഇവര് സിവിലാട്ടോ, ഇവര് സിവിൽ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്. ഞാൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്. അപ്പോൾ ജർമ്മനി മെയിനായിട്ട് സിവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാംഗ്വേജ് എന്തായാലും വേണം. ലാംഗ്വേജ് ഇല്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ല. അതെന്തായാലും വേണം. പിന്നെ മാക്സിമം നമുക്ക് പറ്റുന്ന സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഒപ്പിച്ചെടുക്കല്ല പഠിക്കാം. കാരണം നാട്ടിലെ പോലെ നമുക്ക് ചുമ്മാ പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ബോധം വേണം. ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നമുക്കിവിടെ അത്യാവശ്യം കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഔട്ട്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ചെയ്യണം. പക്ഷെ അത്യാവശ്യമല്ല, നല്ലോണം ഇവിടെ കോമ്പറ്റീഷനാണ്. ബിക്കോസ് നമ്മൾ ജർമ്മനി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനിൽ കുറച്ച് അത്യാവശ്യം ഭയങ്കര എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം ഇവിടെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള പഠിക്കുന്ന പിള്ളേരായിട്ടാണ്. അപ്പം അതിന്റെ കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആയിരിക്കും. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് നമ്മൾ ആദ്യം വിചാരിക്കും. ഞാനും ആദ്യം വിചാരിച്ചത് എനിക്ക് A1 എന്തോ പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഒരു കാര്യവുമില്ല. നല്ല ലാംഗ്വേജ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇപ്പോൾ കടയിൽ പോയാലും പേഴ്സണൽ ഒരു സിറ്റുവേഷൻ വന്നാലും ഹാൻഡിൽ ചെയ്യാനൊക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ജർമ്മൻ അറിഞ്ഞിരിക്കണം. നമുക്ക് അനഘേനോട് ചോദിക്കാം അവളുടെ 1 year എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. സോ അനഘ പറ, എങ്ങനെയുണ്ട് 1 year എക്സ്പീരിയൻസ്? ഓവറോൾ എനിക്ക് എന്നോട് തന്നെ പറയാനുള്ള കാര്യം, തളരരുത് രാമൻകുട്ടി, തളരരുത് എന്നാണ്. ബിക്കോസ് അങ്ങനത്തെ കൈൻഡ് ഓഫ് എല്ലാ നമ്മളിപ്പോൾ പഠിക്കാൻ വന്നതാ, അതിനോട് നമ്മൾ വർക്ക് ചെയ്യുന്നു. മാത്രമല്ല നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇമോഷണലി ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് എന്താ പറയുക സ്ട്രഗിൾസ് ഉണ്ടാവും. അപ്പം ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല.
അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അതെനിക്ക് തോന്നുന്നു. എനിക്ക് എല്ലാ എബ്രോഡ് പഠിക്കാവുന്ന പിള്ളേർക്കും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാവുക. അപ്പം നമ്മൾ ഒരു പോയിന്റിൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പം എന്താ പറയാ, ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെല്ലാം അത്രയും അതിനൊക്കെ തയ്യാറായിട്ട് വേണം വരാൻ. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും നമ്മൾ നല്ല സൈഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ എല്ലാത്തിനും ഒരു ബാഡ് സൈഡ് ഉണ്ടല്ലോ. ഒരു കോയിന് 2 സൈഡുള്ള പോലെ എല്ലാത്തിനും ഒരു ബോസ് സൈഡും ഉണ്ട്, നല്ല സൈഡും ഉണ്ട്. നല്ല സൈഡും ഉണ്ട് കേട്ടോ. നല്ല സൈഡ് അടിപൊളിയാ. അതായത് നമുക്ക് നാട്ടിൽ കിട്ടാത്ത ഫ്രീഡം ഓഫ് കോഴ്സ് നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും നമ്മളിപ്പോൾ ഒരുപാട് ഇൻസിഡൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം അത്രയും വെച്ച് നോക്കുമ്പം ഭയങ്കര സേഫ്റ്റി എന്ന് പറയാനല്ലെങ്കിലും നമുക്കിവിടെ സേഫാണ്. നമുക്ക് എത്ര പാതിരാത്രി വേണമെങ്കിലും നമുക്കിവിടെ ഇറങ്ങി നടക്കാം. ഇപ്പം നമ്മളൊക്കെ വർക്കിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ റൂമിലേക്ക് എത്തുന്നത് തന്നെ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ല. ബട്ട് എന്തായാലും നമ്മൾ കെയർഫുള്ളായിരിക്കണം. കാരണം മനുഷ്യന്മാരാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മൾ പിന്നെ ഓഫ് കോഴ്സ് ഇതിങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും എന്താ പറയുക, നമുക്കിവിടെ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടാവും ഫ്രം ഇവിടുത്തെ നേറ്റീവ് പീപ്പിൾസിന്. യുനോ പറയാൻ പറ്റുമോ? റേസിസം എനിക്കങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ഉണ്ടായിട്ടില്ല, പക്ഷെ കൈൻഡ് ഓഫ് കേട്ടിട്ടുണ്ട് എന്നല്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം നിന്ന് ഡോമിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്. അതായത് മേ ബി ഇവിടുന്ന് നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ നമ്മൾ ഒരുപാട് മിങ്കിൾ ചെയ്യും. മാത്രമല്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചെറിയ തരത്തിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മളെ ഫോറിനേഴ്സ് ആയതുകൊണ്ട് നമ്മളെ അടുത്ത് നമ്മളെ എത്ര വേണമെങ്കിലും പണിയെടുപ്പിക്കാം, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഒരു സെക്കൻഡ് പ്രയോറിറ്റി മാത്രമായിട്ട് കാണാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ചെയ്തിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിലാണേലും വേറെ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ വേറെ നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും അവരെങ്ങനെയാ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ അത് ആ ഒരു സംഭവം തന്നെ ഇവിടെ ഉണ്ട്. നമ്മുടെ നാട്ടുകാരല്ലാത്തതുകൊണ്ട്, ഇവിടുത്തെ നാട്ടുകാരല്ലാത്തതുകൊണ്ട് അവർ ട്രീറ്റ് ചെയ്യുന്ന വേറൊരു രീതിയായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നമ്മൾ എവിടെ പോയാലും ഫേസ് ചെയ്യണം തോന്നുന്നു. അത് വേഴ്സ്റ്റ് ആയിട്ടുള്ള രീതിയിലും ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള രീതിയിലും ഉണ്ട്. അപ്പം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇവിടെ ഭയങ്കര അടിപൊളിയായിരിക്കും അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് നമ്മൾ എന്ത് തരത്തിലുള്ള ഇവിടെ എക്സ്പീരിയൻസ് മെന്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും തളരരുത്. അതാണ് നമുക്ക് പറയാനുള്ളത്. അതെ, പക്ഷെ നമ്മൾ ഭയങ്കര വൾണറബിൾ ആയിട്ട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതായത് പേഴ്സണലി ഉണ്ടാവും. കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ്, നമ്മുടെ എല്ലാവരും നമ്മളെ ഫ്രണ്ട്സായി കാണണം അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. നമ്മൾ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. അങ്ങനെയൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് ആക്ച്വലി നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആവും ഫിനാൻഷ്യലി, മെന്റലി. നമ്മളിങ്ങനെ ഇവോൾവ് ആയി. എല്ലാവർക്കും ഇതൊക്കെ തന്നെ പറയാനുള്ള, ഇതൊക്കെ തന്നെയാണ് മെയിൻ കാര്യങ്ങളും. പിന്നെ നമുക്ക് എന്താ പറയാനുള്ള, ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. അതിപ്പോ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. നമുക്ക് ഷെങ്കൻ വിസ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങള് ഞാൻ പറഞ്ഞു ബിക്കോസ് എല്ലാവർക്കും പറയാനായിട്ടുള്ള സെയിം കാര്യങ്ങളാ. ഒരുപാട് പിന്നെ ഇവിടെ ഇപ്പൊ എന്താ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അല്ലേ, സാധനങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന മ്യൂണിക്കില് ലൈക്ക് കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ, നല്ല എക്സ്പെൻസീവാ. പക്ഷെ അപ്പോൾ നമ്മുടെ റെന്റ് തന്നെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ വേറെ സ്ഥലം നോക്കുമ്പോഴേക്കും ലൈക്ക് വേറെ കുറച്ച് ഉള്ളിലോട്ടൊക്കെ സ്ഥലം ഭയങ്കര റെന്റ് കുറഞ്ഞതുകൊണ്ട് അപ്പം അതിനനുസരിച്ച് പാർട്ട് ടൈംസ് കിട്ടുന്നതും കുറവായിരിക്കും. സോ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് മേജറിൽ തോന്നിയിരിക്കുന്നത്. പിന്നെ 1 ഇയറിലെ എക്സ്പീരിയൻസിൽ പിന്നെ എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയിരിക്കുന്നത് നമ്മുടെ ഇന്റർനെറ്റ്. അതൊരു സീനാട്ടോ. നമ്മുടെ നാട്ടിൽ എന്തോരം നെറ്റാണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 5 GB ഒക്കെ നമ്മൾ 500 രൂപ 1000 രൂപയ്ക്കൊക്കെ വാങ്ങണം. അത് നല്ല സീനാണ്. അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും വൈഫൈ ഉണ്ട്. പക്ഷെ അപ്പം നമ്മളിവിടെയൊക്കെ നടന്നു കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. ഇവരെല്ലാവരും ഭയങ്കര ഫോട്ടോ എടുക്കൽ സീൻസിലൊക്കെയാണ്. എനിക്ക് അടുത്തരാം. നല്ല സ്ഥലം കേട്ടോ ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് വന്നിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലം. സോ ഫൈനലി നമ്മൾ ലൈക്ക് ഇവിടെ ഈ സ്ഥലത്തൊക്കെ വന്ന് നമ്മളിനി തിരിച്ചു പോവുക. സോ ഇത് ഭയങ്കര ചെറിയ വ്ളോഗായിരുന്നു. ചുമ്മാ എന്തൊക്കെ 1 ഇയർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തു, എന്തൊക്കെ ഇനിയുള്ള ആൾക്കാരോട് പറയാനുണ്ട്, അങ്ങനെ ഒരു ചുമ്മാ ഒരു വ്ളോഗായിരുന്നു. സോ ബൈ. അപ്പം ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.